അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖമല്ലേ? സുഹൃത്തുക്കൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ. ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ചെയ്യേ. എല്ലാവരും കാണുന്നുണ്ട് ചില ആളുകളൊക്കെ, പക്ഷേ ആരും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. തുച്ഛ ആളുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. വിഷമമുണ്ട്, സങ്കടമുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ കഴിയും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത്. ഏതായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യും. അള്ളാഹ് എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു കണ്ണീരിന്റെ സംഭവം പറയാനാണ് ഞാൻ വന്നത് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് ഇബ്നു അബ്ബാസ് നബിയേ, എന്റെ ഒരു കൂട്ടുകാരൻ താമസിക്കുന്നത്, അവൻ കഷ്ടപ്പാടിലാണ്, പട്ടിണിയിലാണ്, സങ്കടത്തിലാണ്. ആ കൂട്ടുകാരൻ ആരുമില്ല നബിയെ സഹായിക്കാൻ. അയൽവക്കത്തിൽ നിന്ന് പഴുത്തു വീഴുന്ന ഈത്തപ്പഴം അവന്റെ വീട്ടിലെ പട്ടിണി കിടക്കുന്ന മക്കൾ വന്ന് പിറക്കിയെടുത്ത് കഴിച്ചു നബിയെ. വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ പ്രിയപ്പെട്ട മക്കൾ വന്ന് അയലത്തെ വീട്ടിൽ നിന്ന് പഴുത്തു വീഴുന്ന മനോഹരമായ ഈത്തപ്പഴം എടുത്ത് കഴിച്ചപ്പോ, പ്രിയപ്പെട്ട നബിയേ, അങ്ങല്ലേ നിസ്കാരത്തിന് ശേഷം ഇവിടെ ക്ലാസ് എടുത്തത്, ഹറാമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഒരു നരകത്തിലാണ്. വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്തവരാണെങ്കിലും ഹറാമ കഴിക്കാൻ പാടില്ല, ഒരു നരകത്തിലാണ്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ആ പ്രിയപ്പെട്ട സഹാബി മക്കളുടെ വാക്യകത്തേക്ക് കൈയിട്ടിട്ട് അവര് കഴിച്ച ഈത്തപ്പഴം ഇങ്ങനെ പുറത്തേക്ക് ഛർദിപ്പിച്ചു നബിയെ. അത് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾ വല്ലാതെ സങ്കടത്തിലായി പോയി റസൂലേ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ ഖൽബ് പൊട്ടിപ്പോയി. പ്രയാസത്തോടെ ആ പ്രിയപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാ, വാക്യകത്തിരുന്ന് വയറ്റിലേക്ക് പോയ ഈത്തപ്പഴത്തെ കൈകൊണ്ട് മാന്തിയിട്ട് പുറത്തേക്ക് എടുപ്പിച്ച മക്കള് ഛർദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലേ ഖൽബ് പൊട്ടിപ്പോയി. അതുകൊണ്ട് ആ സഹാബിക്കും മക്കൾക്കും നിങ്ങൾ എന്തെങ്കിലും സഹാബികളിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു ഹദിയ കൊടുക്കണം നബിയേ, ഒരു പിരിവ് നടത്തണം നബിയേ, ഒരു പിരിവ് നടത്തണം റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകിച്ച് സ്നേഹസാഗരം ഉണ്ടാക്കണ്ട. ആ മുത്ത് തന്നെ സ്നേഹസാഗരമാണ്, ആ മുത്ത് തന്നെ ആരംഭമാണ്, ആ മുത്ത് തന്നെ ആർദ്രതയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നീ പ്രിയപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും പിടിച്ച് തന്റെ പ്രിയപ്പെട്ട ഈ പട്ടിണി കിടക്കുന്ന സഹാബിയുടെ വീട്ടിലേക്ക് ചെന്ന് ആ സ്വഹാബിയെ വിളിച്ച് അടുത്ത് താമസിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ചെല്ലുകയാണ്. മനോഹരമായി പഴുത്ത് ഇറുന്നു വീഴുന്ന ഈത്തപ്പഴങ്ങൾ കണ്ട് അല്ലാഹുവിന്റെ റസൂൽ കണ്ണ് നിറയുകയാണ്. ഇത് കണ്ടിട്ട് എടുത്ത് കഴിക്കാൻ കഴിയാതെ മറുഭാഗത്ത് നിൽക്കുന്ന പാവപ്പെട്ട മക്കൾ ഇത് കഴിക്കാൻ പാടില്ലെന്ന് വാപ്പ പറയുമ്പോ മക്കൾ പറയുന്ന വാപ്പ വിശക്കുകയാണ്. മക്കളെ അത് കഴിക്കാൻ പാടില്ല, അത് ഹറാമാണെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് വിശക്കുകയാണെന്ന് പറയുന്ന പ്രിയപ്പെട്ട മക്കള്, ആ പ്രിയപ്പെട്ട മക്കളെ മുമ്പ് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ ഈത്തപ്പഴം തിന്നെ ഉടമസ്ഥനോട് ചോദിക്കുകയാണ്, അത് നിനക്ക് ഈ മനുഷ്യന് കൊടുത്തുകൂടെ? ആ ഒരു മരം നിനക്ക് ഈ മനുഷ്യന് കൊടുത്തോടെ? നിന്റെ തോട്ടം വേണമെന്നില്ല, നിന്റെ തോട്ടം വേണമെന്നില്ല. ആ മനുഷ്യന്റെ വീട്ടിലേക്ക് പഴുത്ത് വീഴുന്ന പഴങ്ങൾ വീഴുന്ന ഭാഗം ഈ പ്രിയപ്പെട്ട മനുഷ്യന് നിനക്ക് കൊടുത്തോടെ എന്ന് ചോദിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വലക ബിഹാ നഖ്ലത്തുൻ ഫിൽ ജന്നാ, സ്വർഗത്തിലൊരു ഈത്തപ്പഴത്തോട്ടം ഞാൻ വാങ്ങിത്തരാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഈത്തപ്പഴത്തിന് പകരം സ്വർഗത്തിന്റെ ഒരു ഈത്തപ്പഴത്തോട്ടം ഞാൻ നിനക്ക് വാങ്ങിത്തരാം. എന്നെ പടച്ചവന്റെ അടുത്ത് നിന്ന് ഈ മക്കളുടെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കണം. ആ സമയത്ത് തമാശ വേണേ ഈത്തപ്പഴത്തോട്ടം കൊടുക്കാമെന്ന് പറഞ്ഞ മനുഷ്യൻ നബി തങ്ങളോട് ചോദിക്കുകയാണ്, സ്വർഗത്തിൽ എനിക്കിതിന് കിട്ടുന്ന ഈത്തപ്പഴത്തിന്റെ കണക്കെത്രയെന്ന് പറയുമോ നബിയേ? കണക്കെത്രയെന്ന് പറയുമോ നബിയേ? കണക്കെത്രയെന്ന് പറയുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ മനുഷ്യന് കൊടുക്കുന്ന ഒരു ഈത്തപ്പഴത്തിന് പകരം അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 1000 ഈത്തപ്പഴം നിനക്ക് തരുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. മനുഷ്യന് കൊടുക്കുന്ന ഒരു ഈത്തപ്പഴത്തിന് പകരം അല്ലാഹുവിന്റെ
പാടില്ല. സ്വാദിഖുൽ മസ്തൂഖ്